ഭാഗത്ത് ഞാനൊരു ദിവസം ഒരു വാലിന് വരുമ്പോ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചെന്നോട് സങ്കടം പറഞ്ഞു. എന്താ സങ്കടം? ഭർത്താവ് ചെലവിന് കൊടുക്കൂല. ഞാൻ ചോദിച്ചു എന്താ ജോലി? ജോലിക്ക് പോകൂല. സ്വലാത്തിന്റെ മജ്‌ലിസ് നടത്താൻ മുന്നിലുണ്ടാകൂ, വാലിന്റെ സദസ്സിൽ മുന്നിലുണ്ടാകൂ. അതിന് വലിയ ജോറാ. ഉസ്താദുമാരോടൊക്കെ വലിയ സ്നേഹമാ. പക്ഷെ ഭാര്യക്ക് ചെലവിന് തരൂല. 3 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 2 കുട്ടികളുണ്ട് എന്നാ എന്നോട് പറഞ്ഞത്. മക്കൾക്ക് ചെലവിന് കൊടുക്കൂല. ഈ ഭാര്യക്കും അതേ ഈ ഉമ്മാക്കും ചെലവിന് കൊടുക്കണമെങ്കിൽ ഈ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ പോയിട്ട് അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. എന്നിട്ട് വേണം അതേ അവർക്ക് ചെലവിനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ. ഇയാള് തിരിഞ്ഞു നോക്കൂല. എന്റെ വയലുകൾ കേൾക്കുന്ന ചെറുപ്പക്കാരെ, വിവാഹം എന്ന് പറയുന്നത് കളിയല്ല, വിവാഹം എന്ന് പറയുന്നത് തമാശയല്ല. ഇന്നൊക്കെ തമാശയാണ്, ഒക്കെ കളിയാണ്. കാരണം മൊബൈൽ ഫോണിൽ കിട്ടുന്ന പെൺകുട്ടികളോടൊക്കെ ചാറ്റ് ചെയ്യലാണ്, കിട്ടുന്ന മൊയ്ലിയാമാരോടൊക്കെ ചാറ്റ് ചെയ്യലാണ്, കിട്ടുന്ന ഉസ്താദുമാർക്കൊക്കെ മെസ്സേജ് ചെയ്യലാണ്. ആവശ്യത്തിനല്ല, പഠിക്കാനല്ല, മനസ്സിലാക്കാനല്ല. പിന്നെയോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉസ്താദുമാരോട് ചാറ്റ് ചെയ്യണം, മുതഅല്ലിമീങ്ങളോട് ചാറ്റ് ചെയ്യണം, നാട്ടിൽ കാണുന്ന സർവ്വപുരുഷന്മാരോടും ചാറ്റ് ചെയ്യണം. അതിന് സ്വലാത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിൽ ഒരു ഗ്രൂപ്പ് വേണം. അങ്ങനെ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് ആണും പെണ്ണും ഇടകലരുന്നതിന് മടിയില്ലാത്തൊരു കാലം നമ്മളെ കാലത്തെത്തിപ്പോയി. എന്തൊരു കാലമാ! ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഉസ്താദ് അവറുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചോളൂ. എന്തൊരു കാലമാണ്. ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് പുലർച്ചെ സമയത്ത് കയറി ചെല്ലുമ്പോ രാത്രി വീട്ടിൽ ചെന്നപ്പോ എന്നോട് ഭാര്യ പറഞ്ഞു, എന്റെ സുഹൃത്തുക്കളായ ചില സ്ത്രീ പെൺകുട്ടികള്, അവളെ സുഹൃത്തുക്കളായ ചില പെൺകുട്ടികള് വല്ലാത്ത വിഷമം പറഞ്ഞു. എന്താണ് വിഷമം? അവളെ വാട്സപ്പിൽ സ്വലാത്ത് ഗ്രൂപ്പിൽ ഏഡ് ചെയ്തപ്പോ അവള് ലെഫ്റ്റ് അടിച്ച് കളഞ്ഞു. അതിന്റെ പേരിൽ കൂട്ടുകാരികളായ പെൺകുട്ടികൾക്ക് വലിയ വിഷമം. ഞാൻ ചോദിച്ചു എന്തിനാ വിഷമം? സ്വലാത്തിന്റെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച വകയില്. ഞാൻ ചോദിച്ചു സ്വലാത്തിന്റെ ഗ്രൂപ്പിൽ ആരാ ഉള്ളത്? അതെനിക്കറിയില്ല. പുരുഷന്മാരുണ്ടോ? ഉണ്ട്. ആരാ? നിന്റെ ആരാണവര്? എന്റെ ആരുമല്ല. അപ്പൊ കുറെ അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സ്വലാത്തിന്റെ ഗ്രൂപ്പ്. എന്നിട്ടോ അതിലെല്ലാ തോന്നിവാസങ്ങളും തുടങ്ങിക്കൊടുക്കുന്നു. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, ഒരു പെൺകുട്ടിയെയും അനുവദിക്കരുത് കേട്ടോ. അതിന്റെ വിധികൾ ഉസ്താദിനോട് ചോദിച്ചോളൂ, ഞാൻ പറയുന്നില്ല. അന്യപുരുഷന്മാര് തമ്മിൽ ഇടകലരാനും അവരെ നമ്പറുകൾ പരസ്പരം ഷെയർ ചെയ്യാനും കാരണമാകുന്ന സ്വലാത്ത് ഗ്രൂപ്പിൽ നിങ്ങൾ അവസരമുണ്ടാക്കരുതേ. ഇബ്ലീസ് എവിടെയാ വന്ന് കയറല് എന്ന് പറയാൻ കഴിയൂല. ഇബ്ലീസ് ഏത് കോലത്തിലാ വരിക എന്ന് പറയാൻ കഴിയൂല. ഇബ്ലീസ് ഏതൊക്കെ രൂപത്തിലാ പറ്റിക്കല് എന്ന് പറയാൻ കഴിയൂല. ഒരു പെൺകുട്ടി 1000 സ്വലാത്ത് ചൊല്ലിയിട്ട് ഗ്രൂപ്പിലതാ 1,00,000 സ്വലാത്ത് ചൊല്ലിയെന്ന്, അല്ലെങ്കിൽ 1,00,000 സ്വലാത്ത് ചൊല്ലിയിട്ട് ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് 1,00,000 സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നല്ല ആശിഖീങ്ങളുള്ള ഗ്രൂപ്പാണ്. എല്ലാവരും അങ്ങനെ സ്വലാത്ത് ചെയ്യണമെന്ന് വിചാരിച്ച് കൂടിയതാണ്. അപ്പൊ അതിൽ കൂടിയ സ്വലാത്ത് ചെയ്യണമെന്ന് അങ്ങേറ്റത്തെ ആഗ്രഹമുള്ള ഒരാൾക്ക് തോന്നുകയാണ്. 1,00,000 സ്വലാത്ത് ഒറ്റ ദിവസം കൊണ്ട് ചെല്ലിയ പെൺകുട്ടിയല്ലേ, അവക്കൊരു അഭിനന്ദനം പറയാം. ഗ്രൂപ്പിൽ തന്നെ ഇയാളെ വകയിൽ ഒരു അഭിനന്ദനം. 1,00,000 സ്വലാത്ത് ചെല്ലിയല്ലേ, എല്ലാവിധ അഭിനന്ദനങ്ങളും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ എന്നൊരു ദുആ. അപ്പൊ ഈ ദുആ കണ്ടപ്പോ ഈ പെൺകുട്ടിയുടെ മനസ്സിലൊരു തോന്നല്, ഞാൻ ഇയാൾക്കൊന്ന് സ്വകാര്യമായിട്ട് എല്ലാവിധത്തിലും ഒരു ശുക്ർ നിന്ന് തിരിച്ചു അങ്ങോട്ട് പറഞ്ഞാലോ അല്ലെ? അങ്ങനെയാ ഇബ്ലീസ് വരല്. അപ്പൊ ഇവക്ക് തോന്നി ഒരു ശുക്ർ അങ്ങ് പറയാ. ശുക്ർ പറഞ്ഞപ്പോ ഇയാൾക്കും തോന്നി വല്ലാത്ത ശുക്രുള്ള പെൺകുട്ടിയാണ്, അവളെ ഞാൻ വെറുതെ വിടണ്ട, അങ്ങോട്ട് ഞാനും ഒരു ശുക്രാക്കിയാലോ. പിന്നെ ഈ ശുക്ർ എടിയാ പോയി തീരുക എന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, നാട്ടിലെ ഉസ്താദാകട്ടെ, കാദിയാറാകട്ടെ, എത്ര വലിയ നേതാവാകട്ടെ, അന്യപുരുഷന്മാർ ഒരുമിച്ച് കൂടുന്ന ഏതെങ്കിലും സ്വലാത്ത് ഗ്രൂപ്പിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടോ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടോ? അത്തരം മേഖലകളും അത്തരം കാരണങ്ങളും പറഞ്ഞിട്ട് സ്വലാത്ത് ഗ്രൂപ്പിന്റെ പേരിൽ അന്യപുരുഷന്മാരുമായി പരസ്പരം നമ്പർ കൈമാറാനും അന്യപുരുഷന്മാരുമായി ഇടകലരാനുമുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കരുതേ ഉമ്മ, ഉണ്ടാക്കി കൊടുക്കരുതേ ഉപ്പ.